ഈ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഉഹ്ദിൽ ഖുറൈശി സൈന്യത്തെ നയിച്ചിരുന്ന അബൂ സുഫിയാൻ മക്ക സമയത്ത് മുസ്ലിമാവുകയും ഇസ്ലാമിൻ്റെ കാവൽഭടനായി പിന്നീട് പല പോർക്കളങ്ങളിലും പോരാടുകയും ചെയ്തിട്ടുണ്ട്. അവസാനം തൻ്റെ കണ്ണ് ഇസ്ലാമിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നഷ്ടപ്പെടുക പോലുമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിന്ദും അദ്ദേഹത്തോടൊപ്പം ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു രക്തസാക്ഷി ആയതോടുകൂടി മുസ്ലിങ്ങളുടെ പക വർദ്ധിച്ചു. അവർ മരണഭേദമില്ല ശത്രുക്കൾക്ക് പടക്കളം വിട്ടോടേണ്ടി വന്നു. ഖുറൈശി വനിതകൾ ദഫുമുട്ട് പാടിക്കൊണ്ട് അവരുടെ പടയാളികൾക്ക് ചുണ കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഖുറൈശികൾ ഓടാൻ തുടങ്ങിയപ്പോൾ സ്ത്രീകൾ മാറത്തളിച്ച് കരഞ്ഞുകൊണ്ട് അവരെ പിന്തുടർന്നു. മുസ്ലിങ്ങൾ ഈ ഘട്ടത്തിൽ അവരുടെ സ്വത്ത് ശേഖരിക്കുന്നതിൽ വ്യാപൃതരായി. ഇത് കണ്ടതിന് അമ്പെയ്ത്തുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന വിസ്മരിച്ചു. അവർ മർമ്മസ്ഥാനത്ത് നിന്നും സ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് പടക്കളത്തിൽ വന്നു സ്വത്തുകൾ വാരിക്കൂട്ടുന്നതിൽ പങ്കുചേർന്നു. അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിലക്ക് അവർ തള്ളിക്കളഞ്ഞു. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? ബാക്കി കേൾക്കാം അടുത്ത എപ്പിസോഡ് ഇൻഷാ അല്ലാഹ്. അധികം ദുആ ചെയ്യാൻ നിൽക്കണില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിച്ച് തരുമാറാകട്ടെ. ഈ ഒരു മജ്ലിസിൽ പങ്കെടുക്കുന്ന ആരൊക്കെയുണ്ട് എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആരൊക്കെയുണ്ട്, ഈ മജ്ലിസ് വിജയത്തിന്, ഈ പരിപാടിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആരൊക്കെയുണ്ടോ എല്ലാവരുടെ ഹലാലായ മുറാദുകളും അല്ലാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. ജോലിയിലെല്ലാം എല്ലാ മശക്കത്തുകളും നീക്കി ജോലിയിലൊക്കെ ഹൈറും ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എന്തെല്ലാം ഉദ്ദേശം വെച്ചുകൊണ്ട് ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെ ഹലാലായ മുറാദുകൾ മനസ്സിലാക്കി തരുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യണം. നമ്മുടെ മൊബൈലിലാണ് ഈ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചെറിയൊരു ഇഷ്യൂസ് കാരണം നമ്മുടെ ഇതിൽ സ്റ്റക്കാവുന്നുണ്ട് മൊബൈലിൽ. അതുകൊണ്ടാണ് അധികം ദുആ ചെയ്യാതിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി നാളെ കാണാം.